ഐഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു സർവീസ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് ചില ഷോപ്പിൽ പ്രൈസ് കൂടുതലായിരിക്കും, ചില ഷോപ്പിൽ പ്രൈസ് കുറവായിരിക്കും. ഇതിനുള്ള മെയിൻ കാരണം അവരുപയോഗിക്കുന്ന ബാക്ക് ഗ്ലാസിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പം 3 തരം ക്വാളിറ്റിയാണ് ഇന്ന് ഇവിടെ നോക്കുന്നത്. അപ്പം അതിൽ വരുന്നതാണ് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോകും. നമ്മളിപ്പോൾ ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ തന്നെ ഇത് പൊട്ടും. പിന്നെ ഇതിൻ്റെ കളറൊക്കെ ഒരു ഒറിജിനലിൻ്റെ അത്ര ഒരു കളറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ലോഗോ ഇതൊന്നും ഒരു അത്ര സുഖം ഉണ്ടാവില്ല, അത്ര ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല ഈ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ റേറ്റ് വളരെ കുറവായിരിക്കും. തൽക്കാലം ആവശ്യത്തിനൊക്കെ ഇത് നടക്കുള്ളൂ. പിന്നെ ഉള്ളത് എ ഗ്രേഡ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും ഈ ക്വാളിറ്റി ഇട്ട് കഴിഞ്ഞാൽ. ഇതിന് പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ സെയിം കളർ കിട്ടും. പിന്നെ ലോഗോ ഒക്കെ അത്യാവശ്യം ഇതായിരിക്കും. പിന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ പ്രൈസൊക്കെ നോക്കിയിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇതിടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉള്ളതാണ് ഒറിജിനൽ ക്വാളിറ്റി. നമ്മൾ ഐഫോൺ വാങ്ങുന്ന സമയത്ത് ഏതാണോ ഗ്ലാസ് ഉള്ളത് അതേ ക്വാളിറ്റി നമുക്ക് കിട്ടും, അതേ ഫിനിഷിങ് കിട്ടും. നമുക്ക് അതേ പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം ഇത് തന്നെ ഇടാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ഗ്ലാസ് ഇട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ മറ്റു ക്വാളിറ്റികൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഐഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് മാറ്റാൻ പോകുന്ന സമയത്ത് വെറും പ്രൈസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ.